എല്ലാവർക്കും വീണ്ടും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മൾ എത്തിയപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞാണ് നമ്മൾ ലാസ്റ്റ് സെഷൻ നമ്മൾ അവസാനിപ്പിച്ചത്. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും വീണ്ടും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അത് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 7 പറഞ്ഞിരിക്കുന്നത് column 1 gives certain physical terms associated with the flow of current through a metallic conductor. Column 2 gives some mathematical relations involving electrical quantities. Match column 1 and column 2 with appropriate relations. നമ്മൾ ഇത് പറയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ടേം എന്താണെന്ന് നോക്കുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, റിലാക്സേഷൻ ടൈം, കറണ്ട് ഡെൻസിറ്റി. ഇത് നമ്മൾ റൈറ്റ് സൈഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി V is equal to EV tau divided by ML. That is, it is equal to EE tau divided by M. V by L is equal to E. This is the equation for drift velocity in terms of potential difference by length. E and M are the mass and charge of electron. Tau is the collision time. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. Drift velocity related to this. Therefore, A and capital R are same. അടുത്തത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L. പക്ഷെ അങ്ങനെ ഒരു റിലേഷൻ ഇവിടെ ഇല്ല. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA ബൈ L എന്ന് പറഞ്ഞൊരു റിലേഷൻ ഇല്ല. പിന്നീട് ഒരു റിലേഷൻ വരാവുന്നത് കണ്ടക്ടിവിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു E ബൈ J. Therefore, ഇതിന്റെ റെസിപ്രോക്കൽ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു J ഡിവൈഡഡ് ബൈ E. സോറി, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. സിഗ്മ ഈസ് ഈക്വൽ ടു J ബൈ E. സിഗ്മ ഈസ് ഈക്വൽ ടു J ഡിവൈഡഡ് ബൈ E. അതറിയാമല്ലോ, ഡെറിവേഷൻ ഇങ്ങനെയാണ്. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു R into A divided by L. ഈ എഴുതിയ സാധനം ഇവിടെ ആറിന് പകരം V ഡിവൈഡഡ് ബൈ I എന്ന് എഴുതുക. V ബൈ A ഇൻറ്റു A ഡിവൈഡഡ് ബൈ L. V ബൈ L എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. I ബൈ A എന്ന് പറയുന്നത് J ആണ്. അങ്ങനെയാണ് റോ ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ J. അത് എഴുതിയാൽ മതി. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ J. ഡയറക്റ്റ് ആയിട്ട് കിട്ടും. സിഗ്മ ഈസ് ഈക്വൽ ടു J ബൈ E. അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും സാധാരണ പലപ്പോഴും എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അടുത്തത് റിലാക്സേഷൻ പീരീഡ്, റിലാക്സേഷൻ ടൈമിനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു ML ഡിവൈഡഡ് ബൈ NE സ്ക്വയർ A tau എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഇതിൽ നിന്നും റെസിസ്റ്റിവിറ്റിക്കുള്ള റിലേഷൻ L-ഉം A-യും കളഞ്ഞാൽ മതി. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ NE സ്ക്വയർ tau. അതായത് ഈ M ആൻഡ് E എന്ന് പറയുന്നത് ചാർജ് ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോൺ. അവർ രണ്ടുപേരും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് റെസിസ്റ്റൻസ് അവരൊഴികെ 4 പേരെയും ഡിപ്പെൻഡ് ചെയ്യും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടർ. ഓർക്കുക, റെസിസ്റ്റൻസ് വോൾട്ടേജുമായിട്ടോ കറണ്ടുമായിട്ടോ ഒരു റിലേഷനും ഇല്ല. റിലേഷൻ ഇല്ലെന്നല്ല, റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ I. പക്ഷേ വെൻ പൊട്ടൻഷ്യൽ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് എന്ന് എഴുതി വെച്ച് കളഞ്ഞേക്കരുത്, തെറ്റാണ്. V കൂടുമ്പോൾ I കൂടും. റെസിസ്റ്റൻസിന് കറണ്ടുമായിട്ടോ വോൾട്ടേജുമായിട്ടോ റിലേഷൻ. റെസിസ്റ്റൻസ് ഇസ് എ കോൺസ്റ്റന്റ്. ബട്ട് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ 4 അതർ ക്വാണ്ടിറ്റീസ്. ആരൊക്കെയാണ് 4 അതർ? M-ഉം E ഒഴികെ 4 പേർ. ദാറ്റ് ഈസ് ലെങ്ത്, ഏരിയ, നേച്ചർ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടെമ്പറേച്ചർ. അതൊക്കെ പിന്നീട് നമ്മൾ വിശദമായിട്ടുള്ളത് ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊക്കെ നമ്മൾ മറ്റ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് റെസിസ്റ്റൻസിന്റെ ക്ലാസ് വരുമ്പോൾ അവിടെ വിശദമായിട്ട് പറയാം. ഇതിനകത്ത് റെസിസ്റ്റൻസ് 4 പേരെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഇതിനകത്ത് ലെങ്തും ഏരിയയും ഇല്ല. അതുകൊണ്ട് അർത്ഥം റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ 2 ഫാക്ടേഴ്സ്. ദാറ്റ് ഈസ് M-ഉം E-യും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 2 പേർ N ആൻഡ് tau. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ. ഇതിനകത്തുനിന്ന് ടോയ്ക്കുള്ള ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോ ഈസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ NE സ്ക്വയർ റോ. ദിസ് ഈസ് ദ ആൻസർ. Therefore, relaxation time is related to this.
m/ne². പിന്നെ ഒരെണ്ണം ബാലൻസ് ഉണ്ട്, അത് നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കറണ്ട് ഡെൻസിറ്റി കറണ്ട് I is equal to NAV. Therefore, current density J is equal to I divided by A, that is equal to NVE. This is the answer. Therefore, this is the equation. Therefore, 4 കാര്യങ്ങൾ നമ്മൾ അവിടെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് എല്ലാം ഏതാണെന്ന് വെച്ചാൽ ആൻസറിനകത്ത് നിങ്ങൾ നോക്കുക. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ ആയിരിക്കണം. എ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിന് മാറ്റമില്ല. ദിസ് ഈസ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇത് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കത് നോക്കി ഞാൻ പറയാം. സെക്ഷൻ എയും ബിയും ആണോ എന്നുള്ളത് ഞാൻ സെക്ഷൻ നോക്കി പറയാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ല, 27 ഐഡന്റിക്കൽ ഡ്രോപ്സ് ആർ, അത് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 27 പൊട്ടൻഷ്യൽ ബി ഡാഷ് 2/3V എന്ന് പറഞ്ഞത് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ. സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അല്പം ടൈറ്റ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ഇക്വേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് വേറെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ നേരത്തെ ചെയ്ത ആ ക്വസ്റ്റ്യൻ ഇതുള്ളതാണ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻ ഇല്ല. ഇനി ഇതിനകത്ത് അടുത്ത് വരുന്നതെല്ലാം ഇത് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സെക്ഷൻ എയും ബിയും ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 8 പറഞ്ഞിരിക്കുന്നത് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് പാരലൽ കോമ്പിനേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 4 വയേഴ്സ്. 4 വയറുകളെ എടുത്ത് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. 4 റെസിസ്റ്റൻസുകളെന്ന് എടുക്കുക. 4 റെസിസ്റ്റൻസുകളെ എടുത്ത്, വയേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. 4 റെസിസ്റ്റൻസുകളെ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുമ്പോൾ അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.25 ആണ്. ദാറ്റ് 0.25 ഈസ് ഈക്വൽ ടു R/4 ആണ്. ബിക്കോസ് ഓരോരുത്തരുടെയും റെസിസ്റ്റൻസ് ആണ്. ഇവരെ അഴിച്ചതിന് ശേഷം ഇവരെ 4 പേരെയും കൂടി എടുത്ത് സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. R. ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു NR. R ഡാഷ് ഈസ് ഈക്വൽ ടു NR. ഇവിടെ നിന്ന് നമുക്ക് ഒരു വാല്യൂ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 4 × 0.25, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 Ohm. Therefore, here it is equal to 4 × 1, that is equal to 4 Ohm resistance. This is the answer. Answer is D. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തതായ ക്വസ്റ്റ്യൻ നമ്പർ 9th ക്വസ്റ്റ്യൻ. നമ്മൾ ഈ 6th ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർത്തണം. റെസിസ്റ്റൻസുകളെ സീരീസിലും പാരലിലും കണക്ട് ചെയ്യുമ്പോൾ R സീരീസ് ഡിവൈഡ് ബൈ R പാരലൽ ഈസ് ഈക്വൽ ടു N² എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചു വയ്ക്കുക. R സീരീസ് ഡിവൈഡ് ബൈ R പാരലൽ ഈസ് ഈക്വൽ ടു N². ഇപ്പൊ അവിടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. R സീരീസ് ഡിവൈഡ് ബൈ 0.25 ഈസ് ഈക്വൽ ടു 4². ദാറ്റ് ഈസ് R സീരീസ് ഈസ് ഈക്വൽ ടു 4 Ohm എന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതും ഓർത്തിരിക്കുക. പക്ഷെ കപ്പാസിറ്ററിനകത്താണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരിക. C പാരലൽ ഡിവൈഡ് ബൈ C സീരീസ് ഈക്വൽ ടു N² എന്നാണ് വരിക. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെയാണ് ഈ ഞാൻ ബൈ ഹാർട്ട് ആക്കി വയ്ക്കണം. ബൈ ഹാർട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നീറ്റിന് എഴുതുന്ന കുട്ടികൾ ബൈ ഹാർട്ട് ആക്കി വയ്ക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാണാതെ പഠിച്ചു വയ്ക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം കാണാതെ പഠിക്കേണ്ട, ഇതൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കേണ്ടുന്ന സാധനങ്ങളാണ്. R സീരീസ് ബൈ R പാരലൽ ഈസ് ഈക്വൽ ടു N² ആൻഡ് C പാരലൽ ഡിവൈഡ് ബൈ C സീരീസ് ഈസ് ഈക്വൽ ടു N². ഇത് നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എത്ര സെക്കൻഡ് വേണം? കേവലം 15-20 സെക്കൻഡ് മതി. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന ടൈമാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് എടുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ ഒരു നീറ്റിന് നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സമയത്ത്, നീറ്റിന്റെ എക്സാം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഒരു വിശദമായിട്ടൊരു വീഡിയോ ഇടും. ഓക്കെ, തൽക്കാലം നമുക്ക് ഇതിനകത്ത് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 9th ക്വസ്റ്റ്യൻ. ഇതും വെറും സിമ്പിൾ ക്വസ്റ്റ്യൻ. ബേസിക് കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും സെക്ഷൻ എ തന്നെയാണ്. എ പൊട്ടൻഷ്യോമീറ്റർ സർക്യൂട്ട് ഓഫ് എ സെൽ ഓഫ് EMF 1.5 വോൾട്ട് ബാലൻസസ് ഫോർ എ ലെങ്ത് ഓഫ് 36 സെന്റിമീറ്റർ. If another cell of voltage 2.5 വോൾട്ടിന്റെ ബാലൻസിംഗ് ലെങ്ത് എത്രയാണ്? നമുക്കറിയാവുന്ന കണ്ടീഷൻ എന്താണ്? കമ്പാരിസൺ ഓഫ് EMF E1 ഡിവൈഡ് ബൈ E2 ഈസ് ഈക്വൽ ടു L1 ഡിവൈഡഡ് ബൈ L2. ദാറ്റ് ഈസ് 1.5 ഡിവൈഡഡ് ബൈ 2.5 ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ L2. L2ന്റെ വാല്യൂ നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഞാൻ ചെയ്യുന്നില്ല. അതിനകത്ത് ആൻസർ വരുന്നത് 60 സെന്റിമീറ്റർ ആയിരിക്കും. ചെയ്തിരുന്നാൽ മതി. ആൻസർ വരുന്നത് വേണ്ട ചെയ്തേക്കാം. L2 ഈസ് ഈക്വൽ ടു 36 സെന്റിമീറ്റർ അല്ലേ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 2.5 ഡിവൈഡഡ് ബൈ 3.5.
ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ 36 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക, ആൻസർ കിട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക? ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് പിടി കിട്ടും. എന്നിട്ട് അവസാനം നമ്മൾ ഇവിടെ നോക്കിയത് I3 ബൈ I1 എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. I3 ഡിവൈഡഡ് ബൈ I1 എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ വേറെ ഒന്നും പറഞ്ഞു, നമുക്ക് ക്വസ്റ്റ്യൻ പോലും വായിച്ച് നോക്കേണ്ട, ഇത് മതി. 3 resistors are connected, that is R1, R2, R3. Current through R1 is equal to I1, current through R2 is equal to I2, current through R3 is equal to I3. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് I3 ഡിവൈഡഡ് ബൈ I1 എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യമേ നമ്മൾ എഴുതേണ്ടത് കണ്ടീഷൻ ബൈ കറണ്ട് ലോ വെച്ചുകൊണ്ട്, ക്രിച്ചോഫിന്റെ കറണ്ട് ലോ വെച്ചുകൊണ്ട് I1 is equal to I2 plus I3. നിങ്ങൾ ചെയ്യേണ്ട ആ മെത്തേഡ് മനസ്സിലാക്കുക. സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതുകൊണ്ട് അത്ര വലിയ ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. I1 is equal to I2 plus I3. നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന റേഷ്യോ ആരുടെയൊക്കെയാണ്? I3യുടെ I1ന്റെയും. അപ്പോൾ നമുക്ക് ഇവിടെ ഓർക്കേണ്ടുന്ന കാര്യം I2നെ നമുക്ക് റിമൂവ് ചെയ്യണം, I2നെ എടുത്ത് കളയണം. I2നെ കളയാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? പാരലൽ കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് വോൾട്ടേജ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് I2 R2 is equal to I3 R3. In parallel combination, voltage remains a constant. Also, this is equation number 1. ശ്രദ്ധിക്കുക. Also, I1 R2 is equal to, I2 R2 is equal to I3 R3. നമുക്ക് I2നെ കളയാൻ വേണ്ടി I2 is equal to I3 R3 divided by R2. ഈ വാല്യൂ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ I2 പോയി കിട്ടിക്കോളും, I1 I3 മാത്രമാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ I1 is equal to I2 is equal to I3 R3 divided by R2 പ്ലസ് എന്ത് വരണം? I3. ദാറ്റ് ഈസ് LCM എടുക്കുന്ന സമയത്ത് I3 R3 പ്ലസ് I3 R2 ഡിവൈഡഡ് ബൈ R2 is equal to I1 R2. That is it is equal to I1 R2 is equal to I3 into R3 plus R2. നമുക്ക് വേണ്ടുന്ന റേഷ്യോ ആരുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുക? റേഷ്യോ ഓഫ് I3 ബൈ I1 ആണ്. Therefore I3 divided by I1 is equal to R2 divided by R2 plus R3. This is the answer. നോക്കുക, ആൻസർ ഈസ് ബി, R2 divided by R2 plus R3. സിമ്പിൾ ആൻസർ. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ ലോജിക്കുകൾ വർക്ക് ചെയ്യണം. കറണ്ട് ലോ വെച്ചിട്ട് I1 is equal to I2 plus I3. I2നെ പോയി കഴിഞ്ഞാൽ റേഷ്യോ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് I2ന്റെ വാല്യൂ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. I2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പാരലൽ കോമ്പിനേഷൻ എടുക്കുക. അപ്പൊ നമ്മൾ ഇതിനാം വലിയ സമയമൊന്നും വേണ്ട, നമുക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ടിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതും സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും നമുക്ക് നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോണം, ഞാൻ ഈ സിമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരുന്ന് ഞെട്ടരുത്. സിമ്പിളാണ്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് സിമ്പിളാണ്. എ തിക്ക് കറണ്ട് carrying cable of radius R carries current I uniformly distributed across its cross section. The variation of magnetic field B due to the cable with the distance R from the axis of the cable is. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ അറിയേണ്ടത് ആംബിയർ സർക്യൂട്ടൽ തിയറം വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് ആംബിയർ സർക്യൂട്ടൽ തിയറം അറിഞ്ഞില്ലെങ്കിലും ഇത് പറയാം. നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം, ഞാൻ അതിനകത്ത് 2-3 കാര്യങ്ങൾ പറയും, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ പറയും, നിങ്ങളത് ശ്രദ്ധിച്ചോണം. ഒന്ന്, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ എടുത്തു, ഇതിനകത്തുകൂടി കടന്നു പോകുന്ന കറണ്ട് I ആണെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദിസ് കണ്ടക്ടർ? B is equal to mu 0 I divided by 2 pi R. ആംബിയർ സർക്യൂട്ട് തിയറം വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം. ആംബിയർ സർക്യൂട്ട് തിയറം വെച്ച് കണ്ടുപിടിക്കാം, ബയോട്ട് സവേർട്സ് ലൈൻ വെച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ബയോട്ട് സവേർട്സ് ലൈൻ നിങ്ങൾ വെച്ച് ഇത് കണ്ടുപിടിക്കുന്നില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു. കാരണം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പഠിക്കാനുണ്ടായിരുന്നു. ഇത് ഇതൊക്കെ വളരെ ഇച്ചിരി കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതി പുതിയ സിലബസിൽ വന്നപ്പോൾ കുറച്ച് കളഞ്ഞ ഒരു സാധനമാണിത്. ഇനി അടുത്തത് എടുക്കുന്നത് ഒരു ഹോളോ കണ്ടക്ടർ. ശ്രദ്ധിച്ചോണം, ഒരു ഹോളോ കണ്ടക്ടർ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഹോളോ സിലിണ്ടറിക്കൽ ഇൻഫിനിറ്റ് കണ്ടക്ടർ എന്ന് പറയുന്ന കാര്യം മറന്നു പോകരുത്.
ഇൻഫിനിറ്റ് കണ്ടക്ടർ ആണ്. ഇതുപോലെ തന്നെ ഇൻഫിനിറ്റ് കണ്ടക്ടർ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് ഒന്നെന്ന് വിചാരിക്കുക. ഇതിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ കറണ്ട് അതിന്റെ വാൾസിലൂടെ മാത്രം, അകത്തൊന്നുമില്ല, വാൾസിലൂടെ മാത്രമേ കറണ്ട് കടന്നു പോകും. അപ്പൊ ഇതിലേ കൂടിയാണ് കറണ്ട് കടന്നു പോവുക. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്, ഇവന്റെ സെന്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലത്തിൽ ഉണ്ടാകുന്ന ഇവിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πr. ഒരു വ്യത്യാസവുമില്ല, ഈ ആൻസർ തന്നെ. സർഫസിലെത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയായിരിക്കും? സർഫസിലെത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി μ0 I ഡിവൈഡഡ് ബൈ 2πR. അകത്തുള്ള ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് ഈസ് ഈക്വൽ ടു 0. അതിന്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഇത് ഹോളോ കണ്ടക്ടർ ആണെങ്കിലുള്ള കേസാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓർത്തോളുക, ഇങ്ങനെ ഇരിക്കുന്ന ഹോളോ കണ്ടക്ടർ ആണെന്ന് ഓർക്കണേ. ഹോളോ കണ്ടക്ടർ. അപ്പൊ ഹിയർ ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഓൺലി ത്രൂ ദ വാൾ. ആ വാളിലൂടെ മാത്രമേ കറണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ അകത്ത് ഹോളോ കണ്ടക്ടറിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഔട്ട് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇത് തന്നെ, സർഫസിൽ ഇത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ആംബിയർ സർക്യൂട്ട് തിയറം വെച്ചാണ് ചെയ്യേണ്ടത്. ഒരു സോളിഡ് കണ്ടക്ടർ, ഈ സോളിഡ് കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഹോൾ ഏരിയയിലൂടെ ആയിരിക്കും കറണ്ട് പോവുക. അപ്പൊ ഇതും ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ആണ്. ഇവന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. ഇവിടെ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? കണ്ണു അടച്ചുകൊണ്ട് ഈ ആൻസറുകൾ തന്നെ അങ്ങ് എഴുതണം. μ0 I ഡിവൈഡഡ് ബൈ 2πr. μ0 I ഡിവൈഡഡ് ബൈ 2πr. സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? അതും പഴയ ആൻസർ തന്നെ എഴുതണം. μ0 I ഡിവൈഡഡ് ബൈ 2πR. ഒരു കുഴപ്പമില്ല. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന്റെ അകത്തുള്ള ആ ഡിസ്റ്റൻസ്, സെന്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 അല്ല. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബൈ യൂസിങ് ആംബിയർ സർക്യൂട്ട് തിയറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ B ഈസ് ഈക്വൽ ടു μ0 I ശ്രദ്ധിച്ചോണം ഞാൻ എഴുതുന്നത്, μ0 I ഡിവൈഡഡ് ബൈ 2πr. അതുപോലെ എഴുതിയിട്ട് ഇനി ഒരു ചെറിയ മാറ്റമുണ്ട്. മുകളിൽ ഒരു സ്മാൾ r ഇടുക, താഴെ r² ഇടുക. μ0 I സ്മാൾ r ഡിവൈഡഡ് ബൈ 2πr². അതിന്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആൻഡ് ഔട്ട്സൈഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് 0, outside is inversely proportional. But in the case of a solid conductor, when current is flowing through the whole cross sectional area current മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇൻസൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r. ഇതിനകത്ത് നിങ്ങൾ സ്മാൾ r ക്യാപിറ്റൽ r ആക്കി നോക്കൂ. സർഫസിൽ എത്തുമ്പോൾ ഈ ആൻസർ തന്നെ കിട്ടും. സ്മാൾ r ക്യാപിറ്റൽ r ആകുമ്പോൾ ഒരു r കൂടെ ക്യാൻസൽ ആയി പോയതിനു ശേഷം നമുക്ക് വീണ്ടും പഴയ ഈ ആൻസർ തന്നെ കിട്ടും. ഇപ്പോൾ ഇതിന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് വേരിയേഷൻ എങ്ങനെയായിരിക്കും നോക്കുക. ഇതിന്റെ വേരിയേഷൻ, ഇതിന്റെ മൂന്നിന്റെയും വേരിയേഷൻ ഞാൻ എഴുതുന്നു. ഇതിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ ഇങ്ങനെയായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r. ഡിസ്റ്റൻസ് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻവേഴ്സ്ലി ആയിട്ട് കുറയും. ഈ ഗ്രാഫിന്റെ ഷേപ്പുകളുണ്ട്. അത് ഒരു 4-5 ഗ്രാഫുകളുടെ ഷേപ്പ് നിങ്ങൾ ജനറൽ ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിന്റെ ആൻസർ എഴുതാം. അതും നമ്മൾ വേറെ വീഡിയോ വരുന്നുണ്ട്, അതൊക്കെ പറയുന്നു വരും. അപ്പോൾ ഇവിടെ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇതുമായിട്ടുള്ള വേരിയേഷൻ. പക്ഷെ ഇതിന്റെ കേസിൽ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ ഇങ്ങനെയായിരിക്കും. ശ്രദ്ധിക്കുക, അകത്തല്ല, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഞാനിവിടെ B. അകത്തെല്ലായിടത്തും 0 ആയിരിക്കും. സർഫസിൽ എത്തുമ്പോൾ മാക്സിമം ആയിരിക്കും. അത് കഴിഞ്ഞ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r. ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി വിത്ത് ഡിസ്റ്റൻസിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ. ഇതിന്റെ കേസിൽ ഹോളോ കണ്ടക്ടർ ആണെങ്കിൽ, സോളിഡ് കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ ഇങ്ങനെയായിരിക്കണം. ഇവിടെ സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് 0, സെന്ററിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതോറും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r. അത് കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r. Therefore, the variation of magnetic field intensity with the distance of the present case, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേസിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ ഇതാണ്. That is, here answer is equal to this. Answer is C.
മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഗ്രാഫുകളൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് നമ്മൾ പിന്നീട് വേറെ എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 12th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പടമൊക്കെ നമ്മൾ വരച്ച് കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പടമൊക്കെ നമ്മൾ സാധാരണ ഒരു നമ്മുടെ ഫിസിക്സ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പടം വരച്ചു വെച്ചിരിക്കുക. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. എന്താ പറയുന്നത്? an infinitely long straight conductor carries a current of 5 ampere. An electron moving with a speed of 10⁵ meter per second parallel to the conductor. The perpendicular distance between the electron and the conductor is 20 centimeter at an instant. Calculate the magnitude of the force experienced by the electron. ഇതാണ് ക്വസ്റ്റ്യൻ. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ സിമ്പിളായിട്ട് വരച്ചിടാം. നിങ്ങൾ ഇതിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. നോക്കിക്കോളാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ടായി. കറണ്ട് റൈറ്റിലേക്ക്, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതും കറണ്ട് പോകുന്ന അതേ ഡയറക്ഷൻ തന്നെയാണ് ഇലക്ട്രോണും മൂവ് ചെയ്യുക. ഇവിടെ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിലൂടെ ഒരു ഇലക്ട്രോൺ ആ കറണ്ടിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നു. തീർന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ആണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമ്മൾ അവർ തന്നിരിക്കുന്ന പടം എല്ലാം കൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുമെന്നറിയാമോ? പടം എല്ലാം കൂടെ ഇതൊരു കണ്ടക്ടർ, ഇത് വേറൊരു കണ്ടക്ടർ, ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഒന്നുമില്ല, ഇതാണ് ഫിഗർ. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ കറണ്ട് കാര്യം കണ്ടക്ടർ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് ഇൻടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ, ബിക്കോസ് കറണ്ട് മേലോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ഇവിടെ ഉണ്ടാകുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കണ്ടുപിടിക്കൂ. മാഗ്നറ്റിക് ഫീൽഡ് B is equal to μ0 I divided by 2πr. ഇപ്പൊ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റൻ അതായിരുന്നു, μ0 I divided by 2πr. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കൂടിയാണ് നമ്മുടെ ഇലക്ട്രോൺ മൂവ് ചെയ്തു പോവുക. ഒരു ഇലക്ട്രോൺ v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു QVB. ഇവിടെ Qന്റെ സ്ഥാനത്ത് ഈ ബിയുടെ സ്ഥാനത്ത് ഇത് v തന്നിട്ടുണ്ട്. ശരിക്കും QVB sin തീറ്റയാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് മുകളിലേക്ക്, അവയ്ക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. therefore it is equal to EVB sin 90. ഇനി ആ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് EV into μ0 I divided by 2πr. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, കറക്റ്റ് ആൻസർ കിട്ടും. ഇതിനകത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോണം. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ മേലോട്ട് പോകുമ്പോൾ കറണ്ട് താഴേക്കാണ്. ഈ കറണ്ട് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഫോഴ്സ് ഈസ് റിപ്പൾസീവ്. ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്തു പോകും. എന്നാൽ ഈ ഇലക്ട്രോണിന് പകരം അവിടെ മൂവ് ചെയ്തത് പോസിറ്റീവ് ചാർജ് ആയിരുന്നു എങ്കിൽ, പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്തിരുന്നെങ്കിൽ കറണ്ടും മുകളിലേക്ക് വന്നേനെ. അപ്പോൾ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. If the currents are in the same direction, then the force is attractive. Currents are in the opposite direction, then the force is repulsive. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ മോളോട്ട് പോകുമ്പോൾ കറണ്ട് താഴേക്കാണ്, കറണ്ട് ആൾറെഡി ഉള്ള കറണ്ട് മോളോട്ട്. അപ്പോൾ ഒരു കറണ്ട് മോളോട്ട് താഴോട്ട് ഫോഴ്സ് ഈസ് റിപ്പൾഷൻ. ഇവിടെ എന്തായാലും നമ്മുടെ എന്ത് മാത്രമേ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നുള്ളൂ? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ ഇത് അപ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഈ ഇലക്ട്രോൺ, ഇവിടെയാണ് ഇലക്ട്രോൺ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് എടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഡോട്ട് ഡോട്ട് ഇട്ട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ക്ലിയർ ആയി. അപ്പൊ ഈ കണ്ടക്ടറിന് പാരലായിട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്ത് പോകുന്നു. ഓക്കെ, അത് ക്വസ്റ്റ്യൻ നമ്പർ 12 കഴിഞ്ഞു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 30. ഇൻ ദ പ്രോഡക്റ്റ് 4 എന്നും പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അത് കംപ്ലീറ്റ് അല്ല. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാം. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇതിനകത്ത് കുറച്ച് എന്തൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി ഞാൻ എഴുതാം. അതിനകത്ത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ പ്രോഡക്റ്റ് ബാലൻസ് ഉണ്ട്. F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B എന്നാണ് ഫസ്റ്റ്. നമ്മളിപ്പോൾ ചെയ്ത കാര്യമാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു BI പ്ലസ് BJ പ്ലസ് B0K. B0K. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോർ Q ഈസ് ഈക്വൽ ടു 1. ക്വസ്റ്റ്യനകത്ത് അതൊന്നും ഇല്ല. ഫോർ Q ഈസ് ഈക്വൽ ടു 1 ആൻഡ് V ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2I
പ്ലസ് 4j പ്ലസ് 6k. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ബാക്കിയെല്ലാം ഇതിനകത്തുള്ളതാണ്. വാട്ട് വിൽ ബി ദ കംപ്ലീറ്റ് എക്സ്പ്രഷൻ? അപ്പൊ നമുക്ക് എന്താ പറയുന്നത്? ഇൻ ദ പ്രോഡക്റ്റ് ഫോർ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഐ പ്ലസ് ബി ജെ പ്ലസ് ബി 0k. ഫുൾ സ്റ്റോപ്പ്. For Q is equal to 1 and velocity is equal to 2i plus 4j plus 6k and force is equal to 4i minus 20j plus 12k, what will be the complete expression for B? അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ വാല്യൂ ബി ഐ പ്ലസ് ബി ജെ പ്ലസ് ബി 0kയും ഫോഴ്സിന്റെ ചാർജിന്റെ വാല്യൂ 1 ആണെന്ന് പറയുന്നു. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2i പ്ലസ് 4j പ്ലസ് 6kയും ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്? 4i മൈനസ് 20j പ്ലസ് 12kയും ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ, കംപ്ലീറ്റ് വാല്യൂ ഓഫ് ബിയുടെ കംപ്ലീറ്റ് വാല്യൂ എത്രയെന്നാണ് ഇവിടെ Q ഈസ് ഈക്വൽ ടു 1. ഇതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ബി ഈസ് ഈക്വൽ ടു ദിസ്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദിസ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദിസ് ആൻഡ് ചാർജ് Q ഈസ് ഈക്വൽ ടു 1, then what is the complete value of this magnetic field B? ബിയുടെ കംപ്ലീറ്റ് വാല്യൂ എത്രയാണ്? ഞാൻ മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വി ക്രോസ് ബി എന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. Qന്റെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം വി ക്രോസ് ബി. ഇത്രയും മതി. നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ വി ക്രോസ് ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫിന്റെ വാല്യൂ എത്രയാണ്? 4i മൈനസ് 20j പ്ലസ് 12k ഈസ് ഈക്വൽ ടു വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എടുക്കണം. ദാറ്റ് ഈസ് വെക്ടർ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി i മൈനസ് j ആൻഡ് k എടുക്കുന്നു. വി ക്രോസ് ബി ആയതുകൊണ്ട് ആദ്യമേ 2 എഴുതുന്നു, വിയുടെ മാഗ്നിറ്റ്യൂഡ് എഴുതുന്നു, 4 എഴുതുന്നു, 6 എഴുതുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തത് ബിയുടെ വാല്യൂസ് എഴുതുന്നു, ബി 0. ഇതാണ് നമ്മളുടെ മെട്രിക്സ് മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിന്റെ ആൻസർ എന്തായിരിക്കണം? ഇതിന്റെ ആൻസർ ഫസ്റ്റ് വൺ i ഇൻറ്റു ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4b0 മൈനസ് 6b. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ജെ എടുക്കുന്ന സമയത്ത് ജെ ഇൻറ്റു ഇതേ മൈനസ് ജെ ഇൻറ്റു ഇത്, ദാറ്റ് ഈസ് 2b0 മൈനസ് 6b. അടുത്തത് പ്ലസ് കെ ഇൻറ്റു കെ എടുക്കുന്ന സമയത്ത് ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു, ദാറ്റ് ഈസ് 2b മൈനസ് 4b. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഐയുടെ പവറും ജെയുടെ പവറും കെയുടെ പവറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഐ ജെ കെയുടെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഐയുടെ കൂട്ടത്തിൽ കിടക്കുന്ന ആരാണ്? 4b0 മൈനസ് 6b ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അടുത്ത സെക്കൻഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2b0 മൈനസ് 6b ഈസ് ഈക്വൽ ടു മൈനസ് 20 എന്ന് കിട്ടും. മൂന്നാമത്തത് 2b മൈനസ് 4b, ദാറ്റ് ഈസ് മൈനസ് 2b ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. മൈനസ് 2b ഈസ് ഈക്വൽ ടു മൈനസ് 2b ഈസ് ഈക്വൽ 12. Therefore ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -6. ബിയുടെ വാല്യൂ -6. ആ ബിയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 4b0 minus 6 into minus 6a is equal to 4. Therefore 4b0 is equal to 36. ഇത് എന്ത് വരും? പ്ലസ് 36 അപ്പുറത്ത് പോകുമ്പോൾ 4 minus 36, that is equal to minus 32. Therefore b0 is equal to minus 32 divided by 4, that is equal to minus 8. അങ്ങനെ ബിയുടെയും b0യുടെയും വാല്യൂ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ബിയുടെയും b0യുടെയും വാല്യൂ. Therefore the complete magnetic field B is equal to ബിയുടെ വാല്യൂ എത്രയാണ്?
ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയത് -6. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു -6i പ്ലസ് -6j -8k. This is the complete representation of magnetic field B. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നമ്മൾ അതിനകത്ത് നോക്കൂ. ആൻസർ ഈസ് ബി. -6i -6j -8k. This is the answer. Therefore answer is ഓക്കെ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 13 കഴിഞ്ഞാൽ നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. ഇത് മാഗ്നറ്റിസത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് അടുത്ത സെഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14th ക്വസ്റ്റ്യൻ മുതൽ നമ്മൾ അടുത്ത സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇത് ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, ബൈ.